ഇനി ഡൽഹിയിലേക്ക് ബൽറാം നെടുങ്ങാടി ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും. സീനിയർ പൈലറ്റ് ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ആരോപണം ഈ വാൾ സ്ട്രീറ്റ് ജേണൽ നിരത്തുകയാണ്. അത് എത്രമാത്രം കഴമ്പുള്ള ആരോപണമാണെന്നറിയാൻ ബൽറാം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതിനകം തന്നെ ഈ വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ഈ പരാമർശം ഡൽഹിയിൽ പ്രത്യേകിച്ച് ഈ വ്യോമയാന മന്ത്രാലയത്തിലൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് SKN. നേരത്തെ തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട വാൾ സ്ട്രീറ്റ് ജേണൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ച 2 റിപ്പോർട്ടുകൾ അത് പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു. ഇതിനെതിരെ സമാനമായി ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിലും അതിൽ നൽകുന്ന സൂചനകൾ പൈലറ്റുമാരിൽ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പിഴവാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വമുണ്ടായ ഒരു നടപടിയാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഇതിനെതിരെ പൈലറ്റുമാരുടെ സംഘടന കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരത്തിൽ നിഗമനത്തിലേക്ക് എത്തരുത് എന്നും പൈലറ്റുമാരെ പഴിചാരി കമ്പനിയോ അല്ലെങ്കിൽ എയർ ഇന്ത്യയോ രക്ഷപ്പെടരുത് എന്നുമുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ അന്വേഷണ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ച് വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ അടക്കമുള്ള വശങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എൻജിൻ കൺട്രോൾ യൂണിറ്റിൻ്റെ തകരാറടക്കമുള്ളവ പരിശോധിക്കുകയാണ്. ഈ എൻജിൻ കൺട്രോൾ യൂണിറ്റ് എന്നുള്ളതാണ് വിമാനത്തിൻ്റെ തലച്ചോർ എന്ന് അറിയപ്പെടുന്നത്. ഇതിലുണ്ടായ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങളുടെ സംയോജനമോ ഇത്തരത്തിൽ ഒരു ഫ്യൂവൽ സ്വിച്ച് സ്വയം കട്ട് ഓഫ് ആകാനുള്ള സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കൽ സോഫ്റ്റ്വെയർ തകരാറുകളെ തുടർന്ന് ഇത്തരത്തിൽ ഈ വിമാനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് അടക്കമുള്ളവ സ്വയം കട്ട് ഓഫ് ആകാനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണ് എന്നാണ് AAIB വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് ഈ വിമാനത്തിൽ തന്നെ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട തകരാറുകൾ അത് എന്തൊക്കെ എന്നുള്ളത് സംബന്ധിച്ച് ലോഗ് ബുക്ക് പരിശോധിച്ചു വരുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് ഈ വിമാനം ഡൽഹിയിൽ നിന്നും യാത്ര ആരംഭിച്ച് അഹമ്മദാബാദിലെത്തി. അഹമ്മദാബാദിൽ നിന്നായിരുന്നു വിദേശത്തേക്ക് പറന്നുയരാനിടെയാണ് അപകടമുണ്ടായത്. എന്നാൽ ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള യാത്രക്കിടെ തന്നെ ഒരു തകരാർ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൈലറ്റ് സ്റ്റെബിലൈസർ പൊസിഷൻ ട്രാൻസ്ഡ്യൂസറുകൾ തകരാറാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഗുരുതരമായ ഒരു പ്രശ്നമല്ല എന്നായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിലയിരുത്തിയത്. പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രശ്നം മറ്റ് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടിയുടെ വിവരങ്ങൾ നൽകിയത്.